ചായക്കടയുടെ മുമ്പിലേക്ക് പോലീസ് ജീപ്പുകൾ. ഇരമ്പി വന്നു. അലക്സ് സൈഡ് സീറ്റിൽ നിന്നും ഉറക്കെ വിളിച്ചു. ഡോ താനിക്ക് വാ. ചായക്കടക്കാരൻ തലയിലെ തോർത്തിൻ്റെ കെട്ടഴിച്ച് ഓടി ജീപ്പിനടുത്തെത്തി. ഇതുവഴി ഇന്ന് ആരെങ്കിലും വന്നായിരുന്നോ? വന്നിരുന്നു സാറേ, ഒരു പത്രത്തിന്റെ ആള്. എങ്ങോട്ടാ പോയത്? പാറയിലോട്ടാ സാറേ. ദേ കുഞ്ഞപ്പനാ വഴി പറഞ്ഞു കൊടുത്തത്. കുഞ്ഞപ്പൻ എഴുന്നേറ്റ് ചെന്ന് പറഞ്ഞു. അയാൾ നേരെയാ പോയത്. നല്ല മനുഷ്യനാ. പാറ കാണാനായി പോയതാ. എന്നാ കാര്യം സാറന്മാരെ? പ്രശ്നം വല്ലതും ഉണ്ടോ? ജീപ്പുകൾ മുന്നോട്ട് നീങ്ങി. എന്തായിരിക്കും പ്രശ്നം? ചായക്കടക്കാരൻ കുഞ്ഞപ്പനെ തുറച്ചു നോക്കി. ചെന്ന് അന്വേഷിക്കേ, താനല്ലേ അയാളുടെ കൂടെ നടന്നത്? കുഞ്ഞപ്പൻ ഒന്നും മിണ്ടാതെ പോലീസ് ജീപ്പ് പോയ വഴിയിലേക്ക് നോക്കി നിന്നു. എന്നിട്ട് ഒരു ബീഡിയെടുത്ത് ചുണ്ടിൽ തിരികെ. ആജല്ലേ, അയാൾ നല്ലവനാ. എന്നാലും എന്തായിരിക്കും കുഴപ്പം? പാറമട. കുന്നിന് താഴെ വണ്ടികൾ നിർത്തി പോലീസ് സംഘം കുന്നിലേക്ക് ഓടിക്കയറി. അലക്സ് മൊബൈലിൽ മനുവിൻ്റെ നമ്പർ കോൾ ചെയ്തു. റിങ് ചെയ്യുന്നുണ്ട്. പാറമടയുടെ മുകളിലെത്തിയവർ അവിടെയെല്ലാം പരിശോധിക്കുവാൻ തുടങ്ങി. മനുസാറിനെ കാണുന്നില്ലല്ലോ. അലക്സ് രാജൻ്റെ നേരെ നോക്കി. അയാളുടെ മുഖത്ത് ഭയത്തിൻ്റെ ഒരു മിന്നലാട്ടം. വീണ്ടും വീണ്ടും അലക്സ് നമ്പർ ട്രൈ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് അയാൾ കുന്നിൻ്റെ അരികിലെ ചെറിയ പാറയിലേക്ക് ശ്രദ്ധിച്ചത്. അവിടേക്ക് ഓടിക്കയറി താഴേക്ക് നോക്കി. താഴെ തകർന്ന പഴയ വീട് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടു. സാർ അവിടെ ഉണ്ടാവും. അലക്സും രാജനും അങ്ങോട്ടേക്ക് ഓടിയിറങ്ങി. വീടിന് മുന്നിലെത്തി അലക്സ് ഒരിക്കൽ കൂടി മനുവിന് കോൾ ചെയ്തു. ബെല്ല് ഉറക്കം മുഴങ്ങുന്നുണ്ട്. അത് ശ്രദ്ധിച്ചുകൊണ്ട് അവർ ഒരു വശത്തു കൂടി വീടിൻ്റെ പിന്നിലേക്ക് ഓടിച്ചെന്നു. പുല്ലിൽ കമിഴ്ന്നു കിടക്കുന്ന മനുവിനെ അവർ കണ്ടു. തൊട്ടടുത്ത് ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. മനുവിനെ അവർ പിടിച്ചെഴുന്നേൽപ്പിച്ചു. CI ഉൾപ്പെടെയുള്ള പോലീസ് സംഘം അവിടേക്കെത്തി. അവർ മനുവിനെ നിവർത്തിയിരുത്തി. രാജൻ മനുവിനെ കുലുക്കി വിളിച്ചു. മനു മെല്ലെ കണ്ണുകൾ തുറന്നു. എന്തു പറ്റി സാർ? ഒന്നുമില്ല, ഞാൻ ഈ മരത്തിൻ്റെ വേര് തട്ടി വീണതാണ്. മനുവിനെ എല്ലാവരും കൂടി പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഫോണിൻ്റെ ഡിസ്പ്ലേ ഗ്ലാസ് തകർന്നിരുന്നു. അലക്സ് അത് മനുവിന് നേരെ നീട്ടി. മനു അത് വാങ്ങി. തലയ്ക്ക് നല്ല മരവിപ്പുണ്ട്. എങ്കിലും താൻ കണ്ടെത്തിയ കാര്യങ്ങൾ CIയോട് മനു പറഞ്ഞു. മണ്ണ് ഇളകിക്കിടക്കുന്ന സ്ഥലം കുഴിച്ച് പരിശോധിക്കുവാൻ CI നിർദ്ദേശിച്ചു. അതിനുള്ളിൽ നിന്നും ചാക്കിൽ പൊതിഞ്ഞ നിലയിലുള്ള ഒരു സ്ത്രീയുടെ മൃതദേഹം ലഭിച്ചു. മനുവിൻ്റെ ഊഹം പോലെ തന്നെ അത് ഡെയ്സിയുടേതായിരുന്നു. വൈകാതെ ഫോറൻസിക് വിദഗ്ധരും ഉയർന്ന ഉദ്യോഗസ്ഥരും അങ്ങോട്ടേക്ക് എത്തിച്ചേർന്നു. മനുവിനെ അവർ ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റി. കൈയുടെ എല്ലിന് ചെറിയ പൊട്ടലുണ്ട്. വീഴ്ചയിൽ സംഭവിച്ചതാ. തല നന്നായി ഇടിച്ചിട്ടുണ്ട്. ഒരു 24 hours ഒബ്സർവേഷന് കിടക്കട്ടെ, ഡോക്ടർ നിർദ്ദേശിച്ചു. മനുവിനെ റൂമിലേക്ക് മാറ്റി. റൂമിലെത്തിയ അലക്സ് പറഞ്ഞു. CIയോട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കി നടപടിക്രമങ്ങളൊക്കെ ഞങ്ങൾ പൂർത്തിയാക്കിക്കൊള്ളാം. സാർ റെസ്റ്റ് എടുക്ക്. പെട്ടെന്ന് കൃഷ്ണേട്ടൻ റൂമിലേക്ക് പാഞ്ഞു വന്നു. പേടിക്കണ്ട കൃഷ്ണേട്ടാ, ഒന്നുമില്ല, ഒരു ചെറിയ വീഴ്ച. മനു ചിരിച്ചു. കൃഷ്ണേട്ടൻ വീട്ടിൽ പോയി അത്യാവശ്യം 2 ഡ്രസ്സും ഫോണിൻ്റെ ചാർജറും കൊണ്ടുവരണം. ശരി. കൃഷ്ണേട്ടൻ പുറത്തേക്ക് പോയി. ക്ലോക്കിൽ 5 മണി കഴിഞ്ഞിരിക്കുന്നു. പുറത്ത് മഴക്കാറിൻ്റെ കറുപ്പ്. അല്പസമയം കഴിഞ്ഞപ്പോൾ കോൺസ്റ്റബിൾ രാജൻ മുറിക്കുള്ളിലേക്ക് കടന്നു വന്നു. ഇപ്പം എങ്ങനെയുണ്ട് സാർ? വേദന ഉണ്ടോ? ഏയ് ഇല്ല. കാര്യങ്ങൾ എന്തൊക്കെയായി? സാർ, ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടുണ്ട്. 4-5 ദിവസമായില്ലേ. ഞാൻ വന്നത് സാറിനോടൊരു കാര്യം പറയാനാണ്. ഇത് വളരെ കുഴപ്പം പിടിച്ചൊരു കേസാണ് സാറേ. സാർ എങ്ങനെ വീണതെന്ന് സാറിന് അറിയാമോ? മരത്തിൻ്റെ വേരിൽ തട്ടി. സാർ, അങ്ങനൊരു മരം അവിടെ ഇല്ല. സംശയമുണ്ടെങ്കിൽ സാറ് നോക്ക്. അയാൾ പോക്കറ്റിൽ നിന്നും മൊബൈൽ ഫോൺ എടുത്ത് അതിൽ വീഡിയോ പ്ലേ ചെയ്തു. സാർ വീണ് കിടന്ന സ്ഥലമാണിത്. ഈ പരിസരത്ത് എങ്ങും അങ്ങനൊരു മരമില്ല.
രാജൻ പറഞ്ഞത് ശരിയാണ്. ഉയർന്നു നിൽക്കുന്ന പുല്ലുകളല്ലാതെ ആ പരിസരത്തിനടുത്തെങ്ങും മരമില്ല. സാർ എങ്ങനെ വീണുവെന്ന് ഒരിക്കൽ കൂടി ആലോചിച്ച് നോക്കുക കേട്ടോ. ഞാൻ നാളെ വരാം. വാതുക്കലെത്തി രാജൻ തിരിഞ്ഞു നിന്നു. പിന്നെ സാറേ, ഒരു കാര്യം കൂടെ ഉണ്ട്. ഇന്നലെ ആക്ടിവേറ്റായി എന്ന് പറയുന്ന ആ ഫോണില്ലേ, അത് ബോഡിയോടൊപ്പം ഉണ്ടായിരുന്നു. ഇത് കുഴഞ്ഞു മറിഞ്ഞൊരു കേസാണ് സാർ. കുഴിച്ചിട്ട ഫോൺ എങ്ങനെ ആക്ടിവേറ്റ് ആവും? ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല സാറേ. ഞാൻ നാളെ വരാം. കൃഷ്ണേട്ടൻ ഒരു ബാഗുമായി മുറിയിലേക്ക് വന്നു. ചാർജർ കൊണ്ടുവന്ന കൃഷ്ണേട്ടാ? ഉവ്വ്. മനു ഫോൺ ചാർജിലിട്ടു. കൃഷ്ണേട്ടൻ വീട്ടിൽ പോയിക്കോളൂ. ഞാൻ നാളെ വൈകുന്നേരം അങ്ങോട്ടേക്ക് വരും. ശരി കുഞ്ഞെ. കൃഷ്ണേട്ടൻ പുറത്തേക്ക് പോയി. മനു ഫോണെടുത്ത് പരിശോധിച്ചു. സ്ക്രീൻ തകർന്നിരിക്കുന്നു. എന്നാലും താൻ എങ്ങനെയാണ് വീണത്? നെറ്റി ഒഴിഞ്ഞുകൊണ്ട് ബെഡിലേക്ക് അയാൾ കിടന്നു. എപ്പോഴോ ഉറങ്ങിപ്പോയി. വാതുക്കൽ ഒരു മുട്ട് കേട്ടാണ് അയാൾ ഉണർന്നത്. എഴുന്നേറ്റ് വാതിൽ തുറന്നു. ഹോസ്പിറ്റൽ ക്യാൻറ്റീൻ സ്റ്റാഫാണ്. സാർ, ഫുഡ് അവിടെ വെച്ചേക്കൂ. അയാൾ മേശപ്പുറത്ത് ഭക്ഷണം വെച്ചിട്ട് മടങ്ങിപ്പോയി. മനു ഭക്ഷണം കഴിക്കാനിരുന്നു. അതിനിടെ അയാൾ മൊബൈൽ എടുത്ത് പരിശോധിച്ചു. ചാർജ് ഫുള്ളാണ്. അയാൾ ഫോൺ സ്വിച്ച് ഓൺ ചെയ്തു. ഡിസ്പ്ലേയുടെ മുകൾ ഭാഗത്ത് കറുപ്പ് പടർന്നിട്ടുണ്ട്. അലക്സ് അയച്ചു തന്ന മരിച്ച പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ ഡീറ്റെയിൽസ് വിശദമായി പരിശോധിച്ചു. ഫോണിൻ്റെ ഡിസ്പ്ലേയിലേക്ക് പടരുന്ന കറുപ്പ് നിറത്തിൻ്റെ അളവ് കൂടിക്കൂടി വന്നു. അയാൾ വീണ്ടും നമ്പർ ഡീറ്റെയിൽസ് വായിക്കാൻ ശ്രമിച്ചു. റിപ്പോർട്ടിലെ ഫോൺ നമ്പറിൻ്റെ അവസാനത്തെ അക്കമൊഴികെ ബാക്കി എല്ലാ ഭാഗത്തും കറുത്ത നിറം പടർന്നു പിടിച്ചുകൊണ്ടിരുന്നു. അവസാന അക്കങ്ങൾ അയാൾ വായിച്ചെടുത്തു. 99. പെട്ടെന്ന് ഡിസ്പ്ലേ ഓഫായി. വീണ്ടും ശ്രമിച്ചിട്ടും അയാൾക്ക് ഡിസ്പ്ലേ ഓൺ ചെയ്യാൻ സാധിച്ചില്ല. മുറിയുടെ ജനലിലൂടെ അയാൾ പുറത്തേക്ക് നോക്കി. 4ാമത്തെ ഫ്ലോറിലാണ് താൻ നിൽക്കുന്നത്. രാത്രിയായിരിക്കുന്നു. നഗരത്തിലെ തിരക്കുകൾ അവസാനിക്കുകയാണ്. റോഡ് വിജനമായിക്കൊണ്ടിരിക്കുന്നു. 4 ദിവസം മുമ്പ് മണ്ണിൽ കുഴിച്ചിടപ്പെട്ട ഒരു മൊബൈൽ ഒരു ദിവസം സ്വിച്ച് ഓൺ ആകുന്നു. ആ കുഴിയുടെ അടുത്തേക്ക് പോയി തിരിഞ്ഞ നിമിഷം തൊട്ടു പിന്നിലുള്ള മരത്തിൻ്റെ വേരിൽ തട്ടി താൻ വീഴുന്നു. മരത്തിൽ തലയിടിക്കുകയും ചെയ്തു. പക്ഷേ രാജേട്ടൻ കാണിച്ച വീഡിയോയിൽ അങ്ങനൊരു മരമില്ല. മനു വീണ്ടും വീണ്ടും ആ സംഭവം ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. രാജേട്ടൻ പറഞ്ഞതുപോലെ ഇതൊരു തലവേദന പിടിച്ച കേസാണ്. ലൈറ്റ് കെടുത്തി അയാൾ ബെഡിലേക്ക് കിടന്നു. പുറത്ത് മഴ പെയ്യാൻ തുടങ്ങി. നേരിയ പ്രകാശം റൂമിലേക്ക് കടന്നു വരുന്നുണ്ട്. ഒപ്പം മഴയുടെ ശബ്ദവും. മേശപ്പുറത്തിരുന്ന് ഫോൺ വിറകൊള്ളുകയാണ്. അയാൾ ചാടി എഴുന്നേറ്റു. ഡിസ്പ്ലേയിൽ മങ്ങിയ നിറത്തിൽ കോൾ ബട്ടണുകൾ കാണാം. കോൾ എടുത്ത് അയാൾ ഫോൺ കാതോട് ചേർത്തു. അയാൾ നടുക്കത്തോടെ ഡിസ്പ്ലേയിലേക്ക് നോക്കി. അതിൽ നമ്പറിൻ്റെ അവസാനത്തെ അക്കം തെളിഞ്ഞു കാണാമായിരുന്നു. 99. പെട്ടെന്ന് ഡിസ്പ്ലേ ഓഫായി. നടുക്കത്തോടെ അയാൾ ബെഡിലേക്ക് ഇരുന്നു. വീണ്ടും ഫോൺ വൈബ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. ഡിസ്പ്ലേയിൽ അതേ നമ്പർ. അയാൾ ഭയത്തോടെ അതിൽ തുറിച്ചു നോക്കിക്കൊണ്ടിരുന്നു. കുറേ നേരത്തിന് ശേഷം ഫോൺ നിശ്ചലമായി. ലൈറ്റിട്ട് ഫോണിലേക്ക് നോക്കിക്കൊണ്ട് അയാൾ ബെഡിൽ ചാരിയിരുന്നു. അങ്ങനെ ഇരുന്ന് എപ്പോഴോ ഉറങ്ങിപ്പോയി. അലക്സ് വന്ന് വാതിലിൽ മുട്ടിയപ്പോൾ അയാൾ ഉണർന്നെണീറ്റ് വാതിൽ തുറന്നു. തലേന്ന് രാത്രി തനിക്കുണ്ടായ അനുഭവം അലക്സിനോട് അയാൾ വിശദീകരിച്ചു പറഞ്ഞു. സാറിൻ്റെ ഫോണിന് എന്തെങ്കിലും കംപ്ലൈൻ്റ് ആയി കാണും. പിന്നെ അമ്മയോ മറ്റോ വിളിച്ചതാവാം. മൊബൈൽ നനഞ്ഞതല്ലേ, സ്പീക്കറിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടാവും. സാറാകെ അസ്വസ്ഥനാണല്ലോ.
ഇന്നലെ മുതൽ സാറിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. സാർ മരത്തിൽ തട്ടി വീണു എന്നൊക്കെ പറഞ്ഞത് അതൊന്നും ആർക്കും അത്ര വിശ്വാസമായിട്ടില്ല. എന്താ സാർ ശരിക്കും സംഭവിച്ചത്? എനിക്കും അറിയില്ല. ഇന്നലെ മുതൽ ഞാനത് ആലോചിക്കുകയാണ്. എന്തായാലും താൻ ഈ ഫോൺ ഒരു സർവീസ് സെൻ്ററിൽ ഏൽപ്പിക്കണം. ശരി സാർ. അയാൾ ഫോൺ വാങ്ങി. സാർ വരൂ, ഞാൻ വീട്ടിൽ കൊണ്ടാക്കാം. പോകും വഴി ഫോൺ സർവീസ് സെൻ്ററിൽ കൊടുക്കാം. അവർ ജീപ്പിൽ പുറപ്പെട്ടു. പോകും വഴി അലക്സിന് പരിചയമുള്ള ഒരു സർവീസ് സെൻ്ററിൽ അവർ ഫോൺ ഏൽപ്പിച്ചു. വൈകിട്ട് ഒരു 3 മണിയാകുമ്പോഴേക്കും ഫോൺ റെഡിയാകും എന്നാണ് അവർ പറഞ്ഞത്. ഞാനത് അവിടെ എത്തിക്കാം. അവർ യാത്ര തുടർന്നു. സാർ, കുറേ ദിവസമായില്ലേ ഊണും ഉറക്കം ഉപേക്ഷിച്ചുള്ള അന്വേഷണം. അതുകൊണ്ടുള്ള തോന്നലാകാം ഇതൊക്കെ. മനു ഒന്നും മിണ്ടിയില്ല. ഗേറ്റ് കടന്ന് ജീപ്പ് വീടിൻ്റെ മുന്നിലെത്തി. മനു അലക്സിനെ അകത്തേക്ക് ക്ഷണിച്ചു. ഞാൻ കയറുന്നില്ല സാർ, ഫോണ് ഞാൻ ഉച്ച കഴിഞ്ഞ് എത്തിക്കാം. സാർ റെസ്റ്റ് എടുക്കുക. അലക്സ് തിരിച്ചുപോയി. മനുവിനെ കാത്ത് കൃഷ്ണേട്ടൻ ഉമ്മറത്തിരിപ്പുണ്ടായിരുന്നു. ഏറെ അസ്വസ്ഥനായിരുന്നു മനു രാഘവൻ. തൻ്റെ ചുറ്റും എന്തൊക്കെയോ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇത്രയും കാലത്തെ സർവീസിനിടയിൽ ഇത് ആദ്യത്തെ അനുഭവമാണ്. എന്തു പറ്റി കുഞ്ഞേ? കൃഷ്ണേട്ടൻ മനുവിനോട് ചോദിച്ചു. നടന്ന കാര്യങ്ങൾ ഒന്നൊന്നായി അയാൾ കൃഷ്ണേട്ടനോട് പറഞ്ഞു. അകാല മൃത്യു സംഭവിക്കുന്ന ആളുകൾ മറ്റൊരു ശരീരം തേടി അലയും. ചെറിയ പ്രായത്തിൽ മരിക്കുന്നതിനാണ് അകാല മൃത്യു എന്ന് പറയുന്നത്. നിന്നെ ചുറ്റിപ്പറ്റി ഏതോ ഒരു ദുരാത്മാവുണ്ട്. ഞാനൊരു കാര്യം പറഞ്ഞ കുഞ്ഞു പേടിക്കരുത്. നിന്നെ ചുറ്റിപ്പറ്റി ഏതോ ഒരു ദുരാത്മാവുണ്ട്. അതിന് നിന്റെ ചിന്തകളെയും പ്രവൃത്തികളെയൊക്കെ നിയന്ത്രിക്കാനും കഴിയും. ഞാൻ പറഞ്ഞില്ലേ, അതിന് ചില സമയങ്ങളുണ്ട്. എന്തായാലും കുഞ്ഞ് അങ്ങോട്ടേക്ക് ഒറ്റയ്ക്ക് പോകരുതായിരുന്നു. അത് അബദ്ധമായിപ്പോയി. മനുവിന് ഭയം തോന്നി. ഇതിലൊക്കെ എന്തെങ്കിലും സത്യമുണ്ടോ കൃഷ്ണേട്ടാ? പിന്നല്ലാതെ. കുഞ്ഞ് വീണതും കൈ പൊട്ടിയതുമൊക്കെ സത്യമല്ലേ? അതെ. തട്ടി വീണു എന്ന് പറഞ്ഞ മരം അതെവിടെ? അതിപ്പോൾ കാണാനില്ല. അപ്പോൾ മരത്തിൽ തട്ടി വീണതായിരിക്കില്ല, അടിച്ചു വീഴ്ത്തിയതുമാകാം. മനുവിൻ്റെ തലച്ചോറിനുള്ളിൽ ഒരു മിന്നൽ കടന്നുപോയി. ആര് ആര് വേണമെങ്കിലും ആകാം. അവിടെ ഒരുപാട് ആത്മാക്കളുണ്ടല്ലോ. കൃഷ്ണേട്ടൻ പറയുന്നതിൽ എന്തോ കാര്യമുണ്ട്. അല്ലെങ്കിൽ ആ മരം അതെവിടെ പോയി? അപ്പോൾ ഏതോ ആത്മാവ് തന്നെ പിന്തുടരുന്നുണ്ടോ? ഇതിലൊക്കെ എന്തെങ്കിലും വാസ്തവമുണ്ടോ? താനൊരു പോലീസ് ഇൻസ്പെക്ടറാണ്. താൻ മുൻതൂക്കം കൊടുക്കേണ്ടത് ലോജിക്കിനാണ്. പക്ഷേ കുറേ മണിക്കൂറുകളായി തൻ്റെ മുമ്പിൽ സംഭവിക്കുന്നതൊന്നും ലോജിക്കിന് നിരക്കുന്നതല്ല. വൈകുന്നേരം അലക്സ് എത്തി. ഒരു വാർത്തയുണ്ട് സാർ. പ്രതികളിൽ ഒരാളെ ഒരു ഹോട്ടൽ മുറിയിൽ നിന്നും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഗുഡ്. അലക്സ് ഫോൺ മനുവിന് നേരെ നീട്ടി. മനു അത് വാങ്ങി പരിശോധിച്ചു. അയാൾ അമ്മയുടെ നമ്പർ ഡയൽ ചെയ്തു. അമ്മ എന്നെ വിളിച്ചിരുന്നോ? എൻ്റെ ഫോണിന് ചെറിയ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ഇല്ല മോനെ, ഞാൻ ഇന്നലെ വിളിച്ചില്ല. നീ തിരക്കിലല്ലേ? ശരി അമ്മേ. കോള് കട്ട് ചെയ്ത് അയാൾ കോൾ ഹിസ്റ്ററി പരിശോധിച്ചു. കുറേയെല്ലാം സാറിൻ്റെ തോന്നലാണ്. ഫോണിന് എന്തോ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം മാറിയില്ലേ? ശരി സാർ, ഞാൻ ഇറങ്ങുന്നു. കയ്യിലിരുന്ന ഫയൽ അലക്സ് മനുവിനെ ഏൽപ്പിച്ചു. ഇതാ പെൺകുട്ടിയുടെ കോൾ ഡീറ്റെയിൽസ് ആണ്. കൃഷ്ണേട്ടൻ ചായയുമായി എത്തി. അത് കുടിച്ച് അവർ പിരിഞ്ഞു. അലക്സിൻ്റെ ജീപ്പ് ഗേറ്റ് കടന്ന് പുറത്തേക്ക് പോയി. ഫയൽ മേശപ്പുറത്ത് വെച്ച് മനു കസേരയിലേക്ക് ചാഞ്ഞിരുന്നു. വലത് കൈയുടെ മുകളിലെ ബാൻഡേജിൽ തലോടിക്കൊണ്ട് അയാൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കൃഷ്ണേട്ടൻ അയാളുടെ മുമ്പിലായി കസേരയിലിരുന്നു. മോൻ്റെ പോലീസ് ബുദ്ധിയിലൊന്നും ആലോചിച്ചാൽ ഇതിന് പരിഹാരമില്ല. ഒന്നുകിൽ മന്ത്രവും തന്ത്രവും അറിയുന്ന ആരെങ്കിലും വിളിച്ച് ചോദിക്കണം, അല്ലെങ്കിൽ ഇതിനെ നേരിടാനുള്ള കഴിവ് സ്വയം സമ്പാദിക്കണം. കൃഷ്ണേട്ടൻ എന്താണ് ഈ പറയുന്നത്? ഞാനൊരു പോലീസുകാരനാണ്.
ഈ മന്ത്രവാദം നടത്തുന്ന കള്ളന്മാരെയൊക്കെ ഞാൻ ആശ്രയിക്കാൻ പറഞ്ഞ അതിന് മന്ത്രവാദിയെ കൊണ്ടുവരണമെന്ന് ആര് പറഞ്ഞു? അടുത്ത ക്ഷേത്രത്തിലെ തിരുമേനിയെ വിളിച്ചാലോ? ഒരഭിപ്രായം ചോദിക്കാലോ? എനിക്ക് പരിചയമുള്ള ആളാ. വൈകുന്നേരം നടയടച്ചതിന് ശേഷം ഞാൻ വിളിച്ചുകൊണ്ട് വരാം. വെറുതെ നമുക്കൊന്ന് ചോദിക്കാം. നല്ല അറിവുള്ള ആളാണ്. രാശിയും പ്രശ്നമൊക്കെ നോക്കാൻ പോകുന്ന ഒരാൾ. പൂജയൊന്നും ചെയ്യണ്ട. ഒരു സെക്കൻഡ് ഒപ്പീനിയൻ നല്ലതല്ലേ? വൈകുന്നേരം ആളെ എത്തിക്കാം. എന്തു പറയുന്നു? ശരി, ചോദിച്ചു കളയാം. കൃഷ്ണേട്ടൻ ഉത്സാഹത്തോടെ പുറത്തേക്കിറങ്ങി. ഞാൻ തിരുമേനിയും കൊണ്ടേ വരൂ. 8 മണി കഴിഞ്ഞു. മനു ഉമ്മറത്തിരിക്കുകയാണ്. കുട ചൂടി 2 പേർ ഗേറ്റ് കടന്നു വരുന്നു. കൃഷ്ണേട്ടനൊപ്പം വെളുത്തു മെലിഞ്ഞ ഉയരം കുറഞ്ഞ ഒരാളുണ്ട്. പുഞ്ചിരിക്കുന്ന മുഖം, നെറ്റിയിൽ വലിയ ചന്ദനക്കുറിയുമുണ്ട്. മനു എഴുന്നേറ്റ് അവരെ സ്വീകരിച്ചു. 2 പേരും മുറിയിലേക്ക് കടന്നിരുന്നു. ഇദ്ദേഹമാണ് ഞാൻ പറഞ്ഞ ആൾ, വിഷ്ണു നമ്പൂരി. മനസ്സിലായി? കാര്യങ്ങളൊക്കെ കൃഷ്ണേട്ടൻ പറഞ്ഞുവല്ലോ അല്ലേ? പറഞ്ഞു. ഇതിലൊന്നും വലിയ വിശ്വാസം ഉണ്ടായിട്ടല്ല. പക്ഷേ എന്തൊക്കെയോ മറിമായങ്ങൾ ചുറ്റും നടക്കുന്നത് പോലൊരു സംശയം. അതിന് കൃത്യമായൊരു ഉത്തരം നൽകാനാണ് താങ്കളെ വിളിച്ചത്. പ്രപഞ്ചത്തിൽ അനേകം രഹസ്യങ്ങളുണ്ട്. അറിഞ്ഞതിനെ നമ്മൾ ശാസ്ത്രമെന്നും അറിയാത്തതിനെ വിചിത്രമെന്നും പറയുന്നു. അത്രയേ ഉള്ളൂ. വിഷ്ണു നമ്പൂതിരി കയ്യിൽ കരുതിയിരുന്ന പൊതിയിൽ നിന്നും ഒരു വെറ്റിലയെടുത്ത് അത് ഇടത്തെ കൈയുടെ വെള്ളയിൽ വെച്ചു. പറയൂ, അവിടെ വച്ച് താങ്കൾക്ക് എന്താണ് സംഭവിച്ചത്? മനു വിശദീകരിച്ചു പറഞ്ഞു. ബോഡി മറവി ചെയ്തിരുന്ന സ്ഥലത്ത് വരെ ഞാൻ എത്തി. പെട്ടെന്ന് തിരിഞ്ഞപ്പോൾ ഒരു മരത്തിൻ്റെ വേരിൽ തട്ടി വീണു. അങ്ങനെ ഒരു മരം ഇപ്പോഴവിടെ ഇല്ല പോലും. പക്ഷേ എത്ര ചിന്തിച്ചിട്ടും എനിക്ക് മനസ്സിലാകുന്നില്ല. സത്യത്തിൽ ഞാൻ വളരെ അസ്വസ്ഥനാണ്. ഇടത്തെ കയ്യിൽ വെച്ച വെറ്റിലയുടെ മുകളിൽ വലത്തെ കൈ അമർത്തി വിഷ്ണു നമ്പൂതിരി കണ്ണുകളടച്ച് കുറച്ചു നേരം ഇരുന്നു. ആകാംക്ഷയോടെ കൃഷ്ണേട്ടനും മനുവും അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. കണ്ണുകൾ തുറന്ന് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ആ ദേശത്ത് ഒറ്റയ്ക്ക് പോകാൻ പാടില്ലായിരുന്നു. അവിടെ തനിച്ചെത്തിയവരെല്ലാം അതിൻ്റെ ഫലം അനുഭവിച്ചിട്ടുണ്ട്. ആയുസിൻ്റെ ബലം അതൊന്നുകൊണ്ട് മാത്രമാണ് താങ്കൾ എൻ്റെ മുമ്പിൽ ഇപ്പോഴിങ്ങനെ ഇരിക്കുന്നത്. പ്രതീക്ഷിച്ച മറുപടി എന്നതുപോലെ മനുവിൻ്റെ മുഖത്ത് ഒരു പരിഹാസ ചിരിയുണ്ടായി. വിഷ്ണു നമ്പൂരി ഇടത്തെ കൈയിലെ വെറ്റില മനുവിന് നേരെ നീട്ടി. ഇതിന് മുകളിൽ കൈവച്ച് കണ്ണടച്ചൊന്ന് പ്രാർത്ഥിക്കൂ. കൃഷ്ണേട്ടന് നേരെ ഒരു നോട്ടം നോക്കി അലസമായി മനു വെറ്റിലയുടെ പുറത്ത് കൈവച്ചു. ചിരിയോടെ കണ്ണുകൾ അടച്ചു. അടുത്ത നിമിഷം തൊട്ടുമുമ്പിൽ ഭീകരരൂപത്തെ കണ്ട് അയാൾ നടുങ്ങി. കൈ പിന്നിലേക്ക് വലിച്ചു. കണ്ണു തുറന്ന് ഭയത്തോടെ അയാൾ വിഷ്ണു നമ്പൂതിരിയെ നോക്കി. ഇപ്പൊ വിശ്വാസമായോ? ഒരു നാണയം കൊണ്ടുവരൂ, അല്പം തിരശ്ശീലയും. കൃഷ്ണേട്ടൻ നാണയവും തിരശ്ശീലയും കൊണ്ടുവന്നു. അദ്ദേഹം നാണയം മനുവിൻ്റെ തലയ്ക്ക് 3 വട്ടം ചുഴറ്റി വെറ്റിലയിൽ പൊതിഞ്ഞ് മടക്കി വെച്ചു. കയ്യിൽ കരുതിയ പൊതിയിൽ നിന്നും ഒരു ചെമ്പ് തകിടെടുത്ത് എഴുത്താണി കൊണ്ട് എന്തൊക്കെയോ കുത്തിക്കുറിച്ചു. അത് തിരശ്ശീല കൊണ്ട് പൊതിഞ്ഞു കെട്ടി മനുവിൻ്റെ ഇടത് കൈയിൽ ബന്ധിച്ചു. ഇന്നു മുതൽ 3 രാത്രി ഇത് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക. 4-ാം നാൾ നേരം വെളുക്കുമ്പോൾ എല്ലാം ശുഭമാകും. അപ്പോൾ നേരെ ക്ഷേത്രത്തിലേക്ക് വന്നോളൂ. ഒരു കാരണവശാലും ഈ ചെമ്പ് തകിട് നഷ്ടപ്പെടുത്താൻ പാടില്ല. രാത്രിയിൽ യാത്ര പറയുന്നില്ല. അദ്ദേഹം എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. കൃഷ്ണേട്ടനും ഒപ്പം ഇറങ്ങി. ഗേറ്റിനടുത്തെത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, കൃഷ്ണൻ വരണമെന്നില്ല, ഞാൻ പൊക്കോളാം. പിന്നെ ആ തകിട് നഷ്ടപ്പെടുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നാളെ വെളുപ്പിന് വെറ്റിലയും നാണയവും നടവാതിലിന് നേരെ കുഴിച്ചിടണം. ഈ 3 ദിവസം വളരെ അപകടകരമാണ്. നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകണം. 3-ാം ദിവസം നേരം വെളുത്താൽ, അല്ല, അയാൾ നേരം വെളുപ്പിച്ചാൽ മാത്രം രക്ഷപ്പെടും. ഇക്കാര്യം
അയാളെ പറഞ്ഞ് മനസ്സിലാക്കുക. എന്ത് സംഭവിച്ചാലും ആ തകിട് നഷ്ടപ്പെടുത്തരുത്. രാത്രി ഒരു കാരണവശാലും പുറത്തിറങ്ങരുത്. ഇതൊക്കെ അയാൾ എത്രമാത്രം വിശ്വസിക്കുമെന്നറിയില്ല. പല വഴിയിലും പല പ്രകോപനങ്ങളും ഉണ്ടാകും. ഒന്നിനോടും പ്രതികരിക്കരുത്. അത് അയാളെ പറഞ്ഞ് മനസ്സിലാക്കുക. 3 ദിവസം. അത് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. കൃഷ്ണേട്ടനെ ചെറുതായി വിറയ്ക്കാൻ തുടങ്ങി. പിന്നെ കൃഷ്ണൻ ഉറങ്ങുമ്പോൾ തലക്കീഴിൽ ഏതെങ്കിലും ഒരു ഗ്രന്ഥം വയ്ക്കുക. എന്നാൽ ഭയക്കണ്ട. പിന്നെ അയാളെ ഒറ്റയ്ക്കാക്കണ്ട. താനും ഇവിടെ കൂടിക്കോളൂ. വിഷ്ണു നമ്പൂതിരി നടന്നകന്നു. എന്താ അദ്ദേഹം പറഞ്ഞത്? തിരിച്ചെത്തിയ കൃഷ്ണേട്ടനോട് മനു ചോദിച്ചു. ഭയം കലർന്ന ശബ്ദത്തിൽ എല്ലാ കാര്യവും കൃഷ്ണേട്ടൻ വിശദീകരിച്ചു പറഞ്ഞു. 3 രാത്രി. അത് അതിജീവിക്കണം. താൻ എന്തോ വലിയ അപകടത്തിൽപ്പെടാൻ പോകുന്നു. തനിക്കു ചുറ്റും എന്തൊക്കെയോ നടക്കുന്നുണ്ട്. അന്ന് രാത്രി മനുവിന് ഉറക്കം വന്നില്ല. കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ദൂരെ നായ്ക്കളുടെ കുര കേൾക്കാം. കുറേ നേരം നീണ്ടുനിന്ന് അത് അവസാനിച്ചു. അയാൾ ഉറങ്ങിയില്ല. പുലർച്ചെ കോഴി കൂവി. 2-ാം ദിവസവും ഉറക്കം വരാത്ത രാത്രി. അതും പതിവ് പോലെ അവസാനിച്ചു. 3-ാം നാൾ. ഇന്നാണ് തിരുമേനി പറഞ്ഞ നിർണായക ദിവസം. ഈ രാത്രിയെ കൂടി താൻ അതിജീവിച്ചാൽ തൻ്റെ ആശങ്കകൾ അവസാനിക്കും. ആ രാത്രിക്കായി അയാൾ കാത്തിരുന്നു. അയാൾ അത്താഴം കഴിച്ചു. പുറത്ത് ശക്തമായ മഴ ഇരമ്പി ആർക്കുന്നു. മിന്നലിൻ്റെ വെളിച്ചം ജനാലയിലൂടെ കടന്നു വന്ന് മുറിക്കുള്ളിൽ ജനലഴിയുടെ നിഴൽ ചിത്രങ്ങൾ പ്രതിഫലിപ്പിച്ചു. അർദ്ധരാത്രി. ജനലിൽ എന്തോ ശക്തിയായി വന്നടിച്ചു. അയാൾ ഞെട്ടലോടെ അങ്ങോട്ട് നോക്കി. ഒന്നുമില്ല. തലയിണക്കരികിലെ മൊബൈലെടുത്ത് സമയം നോക്കി. 2 മണി കഴിഞ്ഞ് 32 മിനിറ്റ്. വീണ്ടും ജനലിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ ശബ്ദം. ബെഡ് സ്വിച്ച് ഓൺ ചെയ്തു. കറണ്ടില്ല. ധൈര്യം സംഭരിച്ച് മൊബൈൽ ടോർച്ച് തെളിച്ച് കിടക്കയിൽ നിന്നും എഴുന്നേറ്റ് അയാൾ ജനലിൻ്റെ അരികിലേക്ക് ചെന്ന് പരിശോധിച്ചു. അയാൾ ഡിസ്പ്ലേയിലേക്ക് നോക്കി. 99. നടുക്കത്തോടെ മുറിയുടെ മൂലയിലേക്ക് അയാൾ ഫോൺ വലിച്ചെറിഞ്ഞു. അവിടെ കിടന്ന് അത് വിറച്ചുകൊണ്ടിരുന്നു. ശക്തമായ മിന്നലിൻ്റെ വെളിച്ചത്തിൽ ജനലിൻ്റെ പിന്നിൽ നിൽക്കുന്ന നിഴൽ കണ്ട് അയാൾ ധരിച്ചു നിന്നു. നാവും ശരീരവും കുഴഞ്ഞു. ഇടത് കൈത്തണ്ടയിലെ രക്ഷയിൽ പരതിപ്പിടിച്ച് ഒരു ജനലിനപ്പുറം തന്നെ തേടിയെത്തിയ രൂപത്തെ തുറിച്ചു നോക്കിക്കൊണ്ട് വിറയ്ക്കുന്ന ശരീരവും മനസ്സുമായി അയാൾ ചുവരിൽ ചാരി നിന്നു. 3-ാം ദിവസത്തെ സൂര്യോദയത്തിനായി.